ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേയായി നമ്മൾ കണ്ടിട്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു ക്യാറ്റ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ക്യാറ്റിനെ പെട്ടെന്ന് ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു 7 ടിപ്സാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 7, ട്രൈ വെറൈറ്റി ഓഫ് ഫുഡ്. നമ്മളിത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടും. കാരണം നമ്മളുടെ ഒരു ശീലം സെയിം ഫുഡ് തന്നെ, അതായത് സെയിം ബ്രാൻഡിൻ്റെ സെയിം ടൈപ്പ് ഫുഡ് തന്നെ ക്യാറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ ഏജ്, അതായത് ഒരു അഡൽട്ട് ക്യാറ്റ് ആയതിനു ശേഷം നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് മാറിയാൽ ക്യാറ്റിന് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. പക്ഷേ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, കിട്ടണായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ് കൊടുക്കുക എന്നുള്ളത് ക്യാറ്റ്സിന് ഭയങ്കര ഹാപ്പി ആക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് വെറൈറ്റി ഓഫ് ഫുഡിന് ഇതിന് ആക്സസ് കൊടുക്കണം. ആ സമയത്ത് ഇപ്പം ആലോചിച്ച് നോക്കി, ഇപ്പം ഞാൻ ലൈഫ് ടൈം മൊത്തം ഒരേ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അത് സെയിം ഒരു ആപ്പിൾ തന്നെ ദിവസവും കഴിക്കണം എന്ന് വെച്ചാൽ നമുക്ക് മടുക്കൂലേ? അതുപോലെ തന്നെയാണ് ക്യാറ്റ്സിനും. ക്യാറ്റ് ഓൾസോ നീഡ് വെറൈറ്റി ഓഫ് ഫുഡ്. ഈ വെറൈറ്റി ഓഫ് ഫുഡ് കൊടുക്കുന്നതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളുടെ ക്യാറ്റിനെ വേറൊരാൾക്ക് കൊടുക്കുകയാണ്, വേറൊരു ഓണർക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാറ്റിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർക്ക് അവരുടെ രീതിയിലുള്ള ഫുഡ് കൊടുക്കാൻ പറ്റും. ഈ ക്യാറ്റിന് നിങ്ങൾ കൊടുത്ത സെയിം കാര്യങ്ങൾ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പുതിയ ഫുഡിനോട് ക്യാറ്റിന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല. സോ ഷുഡ് ട്രൈ വെറൈറ്റി ഓഫ് ഫുഡ് ഫോർ യുവർ കിറ്റൺസ്. ചെറിയ പ്രായത്തിൽ തന്നെ വെറൈറ്റി ഓഫ് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പം ടിപ്പ് നമ്പർ 6, അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്യാറ്റിൻ്റെ ലിറ്റർ ബോക്സ്, വാട്ടർ ബൗള്, അതിൻ്റെ ടോയ്സ്, അതിൻ്റെ ഈ ടെറിട്ടോറിയൽ സൈൻ ബോർഡ്സ് എന്ന് പറയും. അതായത് അതിന് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി ഈ സെൻസ് ഓക്കേഴ്സ്, അതായത് ഇതിൻ്റെ ഈ ക്യാറ്റിൻ്റെ സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് ഈ ലിറ്റർ ബോക്സ്, അതുപോലെ ബെഡ്, ഇതെല്ലാം ഇല്ലേ, ഇതെല്ലാം നിങ്ങൾ ഒരു സൈഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ വയ്ക്കാതെ ഈ വീട്ടിൽ എല്ലാ സ്ഥലത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കണം. സോ ദേ വിൽ ലൈക്ക് ഇറ്റ് ഈസ് ദെയർ ഹോം, ദെയർ സ്പേസ്. അവരുടെ ഒരു ടെറിട്ടറി ആയിട്ട് അവർക്ക് കൂടുതൽ സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മേക്സ് ദം ഹാപ്പി. ടിപ്പ് നമ്പർ 4, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ലിറ്റർ ബോക്സ് എല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അധികം ആൾക്കാരൊന്നും വരാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൻ്റെ സൈഡിൽ. ഇത് ക്യാറ്റ്സിന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ക്യാറ്റ്സ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഒരു ഓപ്പൺ സ്ഥലത്ത് ഈ ലിറ്റർ ബോക്സ് കാണാനാണ്. ടിപ്പ് നമ്പർ 2, വ്യൂ യുവർ ഹോം ഫ്രം കാറ്റ്സ് പെർസ്പെക്റ്റീവ്. ക്യാറ്റ്സിന് ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ്, എന്തെങ്കിലും ഫ്ലോറിലുള്ള കുറച്ച് അതിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ആൻഡ് ടിപ്പ് നമ്പർ 1, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻട്രാക്ട് വിത്ത് യുവർ പെറ്റ്സ്. പ്ലേ വിത്ത് യുവർ ക്യാറ്റ്. അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും ഒരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ഒരു ക്യാറ്റ് മദറോ ക്യാറ്റ് ഫാദർ ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. സോ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ കൂടുതൽ നിങ്ങളുടെ പെറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.